പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും കെമിസ്ട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയിലെ കെമിക്കൽ ബോണ്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. ലാസ്റ്റ് ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു തിയറി മാത്രമേ ഇനി ബാക്കിയുള്ളത്. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ദിവസം VSEPRT എന്ന് പറയുന്ന വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറിയും വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുന്ന VBT എന്ന് പറയുന്ന ഹിറ്റ്ലർ ലണ്ടൻ തിയറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നതാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറയുന്ന MOT എന്നാണ് പറയുക കേട്ടോ. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറയും. ഹണ്ട് ആൻഡ് മുള്ളിക്കൻ എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ഇത് കണ്ടെത്തിയത്. അതുകൊണ്ട് ഹണ്ട് ആൻഡ് മുള്ളിക്കൻ തിയറി എന്നും ഇത് അറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ആദ്യം ഞാനതൊന്ന് ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് മലയാളത്തിൽ പറഞ്ഞുതരാം. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മോളിക്യൂളിൻ്റെ അകത്ത് ഇലക്ട്രോൺസുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക തരം ഓർബിറ്റലിനാണ്. ആ ഓർബിറ്റലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. എക്സാമിന് ചോദിക്കൂട്ടോ, സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇതാണ്. എന്താണ്? ഇൻ എ മോളിക്യൂൾ ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദി സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓർബിറ്റൽ കാൾഡ് മോളിക്കുലാർ ഓർബിറ്റൽ. ഫസ്റ്റ് പോയിന്റ് അതാണ്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, electrons present in molecular orbital also obey Aufbau principle, Hund's rule, Pauli's exclusion principle, etc. നമ്മളൊരു അറ്റോമിക് ഓർബിറ്റലിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹൺസ് റൂളും ഓഫ്ബോ പ്രിൻസിപ്പിൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും എന്നറിയാലോ, ഇതിൻ്റെ അകത്തും ഇവരും എന്ത് ചെയ്യും, ഒബേ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, തേർഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, there are two types of molecular orbitals are formed. Bonding molecular orbital BMO and anti-bonding molecular orbital ABMO. Here BMO has lower energy than ABMO. അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, BMO എന്ന് പറയുന്ന ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന് എനർജി കുറവാണ് ഏതിനേക്കാൾ, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനേക്കാൾ എന്നാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നതായിരുന്നു, ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓർബിറ്റൽ കാൾഡ് മോളിക്കുലാർ ഓർബിറ്റൽ. സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത്, ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ മോളിക്കുലാർ ഓർബിറ്റൽ ആൾസോ ഒബേ ഓഫ്ബോ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ആൻഡ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, എക്സെട്ര. തേർഡ് പോയിന്റ്, ദർ ആർ ടു ടൈപ്സ് ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഫോംഡ്. ഫസ്റ്റ് വൺ ഈസ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ BMO. സെക്കൻഡ് വൺ ഈസ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ABMO. ഹിയർ BMO ഹാസ് ലോവർ എനർജി ആൻഡ് മോർ സ്റ്റെബിലിറ്റി ദാൻ ABMO, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദി ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് വിത്ത് പ്രോപ്പർ സിമെട്രി ആൻഡ് കമ്പാരബിൾ എനർജി. ആൾമോസ്റ്റ് ഒരേ എനർജിയും അതേപോലെ തന്നെ ഒരേ സിമെട്രിയുള്ള അറ്റോമിക് ഓർബിറ്റലുകളുടെ ലീനിയർ കോമ്പിനേഷൻ വഴിയായിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്തതെന്നാണ്. ഇങ്ങനെ 4 പോയിന്റ് ഞാൻ പറയുന്നുള്ളൂ. പിന്നെയുണ്ട് കേട്ടോ വേറെ പോയിന്റുകളൊക്കെ ഉണ്ട്. ഈ 4 പോയിന്റ് പഠിച്ചാൽ മതി നിങ്ങൾ. അടുത്ത പോയിന്റ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത് പോളിസെൻട്രിക് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അതിനകത്ത് 2 ന്യൂക്ലിയസുകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് അങ്ങനെ ഒരു, അല്ലെങ്കിൽ ഡൈസെൻട്രിക് എന്നൊക്കെ പറയാൻ പറ്റും. സാധാരണ നമ്മൾ പോളിസെൻട്രിക് എന്നാണ് പറയുക. മറ്റേതൊക്കെ മോണോസെൻട്രിക് ആയിരിക്കും. അതിൻ്റെ അകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുള്ളൂ ആറ്റത്തിൻ്റെ അകത്ത്. ഇവിടെ മോളിക്യൂൾ ആകുമ്പോൾ 2 ആറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസുകൾ ഉണ്ടായിരിക്കുമെന്ന് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും മിനിമം ഒരു 4 പോയിന്റെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. 4 എണ്ണമാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു പറയും, in a molecule electrons are present in a special type of orbital called molecular orbital. Second point ആയിട്ട് പറയുന്നത്, electrons present in molecular orbital also obey Pauli's exclusion principle, Hund's rule and Aufbau principle, etc. Third point പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, there are 2 types of molecular orbital, bonding molecular orbital and anti-bonding molecular orbital. BMO, bonding molecular orbital, has low energy and maximum stability than or compared to ABMO, anti-bonding molecular orbital. Then നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പോളിസെൻട്രിക് ആയിരിക്കും മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത്. പോളിസെൻട്രിക് ആയിരിക്കും. അതുപോലെ തന്നെ മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദി ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ. ഓക്കെ, ഈ എക്സാമിന് എന്താണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക്, അല്ലെങ്കിൽ LCAO എന്ന് ചിലപ്പോൾ ചോദിക്കൂട്ടോ. LCAO എന്ന് പറഞ്ഞാൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റലിൻ്റെ ഷോർട്ടാണ് LCAO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, അത് നടക്കണമെങ്കിലുള്ള സാധ്യതകൾ അല്ലെങ്കിൽ നടക്കാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം,
അവിടെ കമ്പൈൻ ചെയ്യുന്ന ആറ്റങ്ങൾക്ക് എന്തായിരിക്കണം? കമ്പാരബിൾ എനർജി ആയിരിക്കണം, അതുപോലെ തന്നെ പ്രോപ്പർ സിമ്മട്രി ആയിരിക്കണം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞതാണ്. അതായത് ഇപ്പോൾ ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ടാണ് H2 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാവുക. അപ്പോൾ രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ രണ്ടുപേർക്കും കമ്പാരബിൾ ആയിട്ടുള്ള എനർജി ആയിരിക്കണം, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള സിമ്മട്രി ഉണ്ടായിരിക്കണം എന്നാണ് ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അപ്പോൾ എന്താണ് LCAO ചോദിച്ചാൽ എന്താ പറയേണ്ടത്? ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റിലാണ്. LCAO നടക്കണമെങ്കിലുള്ള എന്ന കണ്ടീഷൻ ചോദിച്ചാൽ പ്രധാനമായിട്ട് പറയേണ്ട കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കണം? സിമ്മട്രി അല്ലേ? ഏകദേശം കമ്പാരബിൾ ആയിട്ടുള്ള എനർജി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പ്രോപ്പർ സിമ്മട്രി ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ടുള്ള സിമ്മട്രി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കോമ്പിനേഷൻ നടക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി MOT പ്രകാരം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 തരം ഓർബിറ്റൽസ് ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ സിഗ്മ എന്ന് പറയും, വേറൊന്ന് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ സിഗ്മ സ്റ്റാർ എന്ന് പറയും. അപ്പോൾ ഈ സിഗ്മ എങ്ങനെ ഫോം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഹൈഡ്രജൻ ആറ്റം, അതിനകത്തൊരു ഇലക്ട്രോൺ ഉണ്ട്. നിങ്ങൾക്കറിയാം വേറൊരു ഹൈഡ്രജൻ ആറ്റം, അതിനകത്തൊരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ψA ആണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ ψB ആണെന്ന് വിചാരിക്കുക. വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവിനെയാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാവുന്ന സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്ന സിഗ്മ എങ്ങനെയാണ് ഫോം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ψA + ψB ആയിരിക്കും എന്നാണ്. രണ്ടും കൂടി കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുക. അതിന് നമ്മൾ ആഡിറ്റീവ് ഇൻ്റർഫറൻസ് ആണ് പറയുക. ആഡിറ്റീവ് ഇൻ്റർഫറൻസ് പ്രകാരമായിട്ട് ഉണ്ടാവുന്ന ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനെ വിളിക്കുന്ന പേരാണ് BMO അല്ലെങ്കിൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയും. അപ്പോൾ സിഗ്മയുടെ ഇക്വേഷൻ എന്താണ്? സിഗ്മ = ψA + ψB എന്നാണ് പറയുക. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ പ്ലസ് വന്നുകൊണ്ടാണ് ആഡിറ്റീവ് ഇൻ്റർഫറൻസ് എന്ന് വന്നത്. പിന്നെയും ψA - ψB ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സിഗ്മ സ്റ്റാർ എന്നാണ് പറയുക. സിഗ്മ സ്റ്റാറിനെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ABMO എന്നാണ് പറയുക. ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ABMO എന്ന് പറയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം എങ്ങനെയാണ് ഈ പ്ലസ് വന്ന് എങ്ങനെയാണ് മൈനസ് വന്നത്? അതിൻ്റെ തിയററ്റിക്കൽ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ഹൈഡ്രജൻ ആറ്റം വരുമ്പോൾ അതിനകത്തുള്ള വേവ് ക്യാരക്ടർ ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലേ? ഇലക്ട്രോൺസുകളൊക്കെ വേവ് ക്യാരക്ടർ ഉണ്ട് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ക്രസ്റ്റും, അതായത് വേവുകളുടെ ക്രസ്റ്റും മറ്റേതിൻ്റെ ക്രസ്റ്റും കൂടി ചേരുമ്പോൾ, അല്ലെങ്കിൽ രണ്ടിൻ്റെയും ട്രഫുകൾ കൂടി ചേരുന്നതിനെയാണ് നമ്മൾ ആഡിറ്റീവ് ഇൻ്റർഫറൻസ് പറയുന്ന സിഗ്മ എന്ന് വിളിക്കുക. അതിനെയാണ് നമ്മൾ മാത്തമാറ്റിക്കലി ψA + ψB എന്ന് പറയുന്നത്. അല്ലാതെ അത് മാത്സിലെ പ്ലസ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നാൽ ഒന്നിൻ്റെ ക്രസ്റ്റും മറ്റേതിൻ്റെ ട്രഫും ആണ് കൂടി ചേരുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ സിഗ്മ സ്റ്റാർ എന്ന് പറയുന്നത്. അതിനെ ഷോർട്ടാക്കിയിട്ട് ABMO എന്ന് പറയും. അപ്പോൾ എന്താ പറയുന്നത്? ഒരു മോളിക്കുലാർ ഓർബിറ്റൽസ്, 2 അറ്റോമിക് ഓർബിറ്റൽസ് കൂടി ചേരുമ്പോൾ മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവും. ആ മോളിക്കുലാർ ഓർബിറ്റലുകൾക്ക് 2 സാധ്യതകളുണ്ട്. ഒന്ന് എന്താണ്? ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ സിഗ്മ ഫോം ചെയ്യുക. സിഗ്മ എങ്ങനെ ഫോം ചെയ്യുക? രണ്ടും കൂടി കൂട്ടിച്ചേർക്കുക. ψA + ψB ഉണ്ടാവുമ്പോൾ, അതായത് ക്രസ്റ്റും കൂടി ചേരുക, അല്ലെങ്കിൽ ട്രഫും കൂടി ചേരുക. അപ്പോഴാണ് സിഗ്മ ഉണ്ടാവുക. എന്നാൽ ഒന്നിൻ്റെ ക്രസ്റ്റും മറ്റേതിൻ്റെ ട്രഫും ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് എന്താണ്? സിഗ്മ സ്റ്റാർ എന്നാണ് പറയുക. അതിന് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്നാണ് പറയുക. ഓക്കെ, ഇനി അങ്ങനെ വെച്ചിട്ട് നമ്മൾ ആറ്റങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയാറുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 1s2 2s2 2p6 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ കോൺസെപ്റ്റാണ്, മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എന്ന് പറയും. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ അറ്റോമിക് ഓർബിറ്റലുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ആറ്റത്തിൻ്റെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ പഠിക്കുക. അപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ 1s1 എന്ന് പറയും. എന്നാൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് മോളിക്യൂളിൻ്റെ അകത്തുള്ള കോൺഫിഗറേഷനാണ്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ നിങ്ങൾ അവിടെ 1s2 2s2 2p6 പഠിച്ചതുപോലെ ഇവിടെ നിങ്ങൾ 20 വരെയുള്ള ഇലക്ട്രോണുകൾക്കുള്ള കോൺഫിഗറേഷൻ പഠിക്കണം. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, പൈ 2px = പൈ 2py, സിഗ്മ 2pz, പൈ സ്റ്റാർ 2px = പൈ സ്റ്റാർ 2py, സിഗ്മ സ്റ്റാർ 2pz. ഇതാണ് കോൺഫിഗറേഷൻ. ഇതിൽ ഓരോ ഓർബിറ്റലുകളിലും 2 ഇലക്ട്രോൺസ് വീതമാണ് കൊള്ളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 10 ഓർബിറ്റലുകൾ ഉണ്ടായിരിക്കും. അതിനകത്ത് 2 ഇലക്ട്രോൺസ് വീതം കൊള്ളിച്ചു കഴിഞ്ഞാൽ എത്ര വരും? 20 ഇലക്ട്രോൺ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അതിനാണ് നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എന്ന് വരിക. എന്നാൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ പോലെയുള്ള ഹയർ മോളിക്യൂളുകളുടെ
മോളിക്യൂളുകളുടെ കോൺഫിഗറേഷൻ അല്ലെ എഴുതുന്ന സമയത്ത് മാഗ്നറ്റിക് ബിഹേവിയറുകളിൽ ചെറിയ വേരിയേഷൻ വരുന്നത് കൊണ്ട് തന്നെ അവരുടെ കോൺഫിഗറേഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഹയർ മോളിക്യൂൾസിന് എഴുതുന്ന സമയത്ത് സിഗ്മ 2pz എന്ന് പറയുന്ന ആളെ ആദ്യം എഴുതണം. ഏതിൻ്റെ മുമ്പേ? പൈ 2px = പൈ 2py ഇല്ലേ, അതിൻ്റെ മുമ്പ് എഴുതണം. അപ്പോൾ ശ്രദ്ധിക്കണം, O2 F2 Ne2 പോലെയുള്ള മോളിക്യൂൾസ് ആണെങ്കിൽ കോൺഫിഗറേഷൻ എന്താണെന്ന് ഞാൻ ഒന്നുകൂടി കാണിക്കാം. ശ്രദ്ധിക്കുക, സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, സിഗ്മ 2pz, പൈ 2px = പൈ 2py, പൈ സ്റ്റാർ 2px = പൈ സ്റ്റാർ 2py, സിഗ്മ സ്റ്റാർ 2pz. ഇതാണ് കോൺഫിഗറേഷൻ. ഓക്കെ, ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ, അത് പഠിക്കണം കേട്ടോ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത് എന്താ സംഭവം. പല ആളുകളും അന്തം വിട്ടിട്ടുണ്ടായിരിക്കും ഇത് എന്താണെന്ന് അറിയാതെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? സിഗ്മ 1s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, 2 1s ഓർബിറ്റലുകൾ. ഇപ്പോൾ ഹൈഡ്രജൻ ആണ്, 2 ഹൈഡ്രജനാണ് വിചാരിക്കുക. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ നിങ്ങൾക്കറിയാം 1s ആണ് അല്ലേ, 1s1 അല്ലേ കോൺഫിഗറേഷൻ. ഈ ഹൈഡ്രജൻ്റെ 1s1 അല്ലേ. അപ്പോൾ എന്താ ഉണ്ടാവുക? ഇതിലെ ഈ 1sഉം ഈ 1sലെയും കൂടി പരസ്പരം ആഡിറ്റീവ് ഇൻ്റർഫറൻസ് പ്രകാരം ഉണ്ടാവുന്ന ഓർബിറ്റലിനെയാണ് സിഗ്മ 1s എന്ന് പറയും. എന്നാൽ രണ്ടുപേരും കൂടി കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടെങ്കിൽ, ഹൈഡ്രജൻ ആകുമ്പോൾ അതിനുള്ള സാധ്യതയില്ല, ഹയർ മോളിക്യൂൾസ് ആകുമ്പോൾ അതുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സിഗ്മ സ്റ്റാർ 1s. അതിൻ്റെ അർത്ഥം 1sഉം ആഡിറ്റീവ് ഇൻ്റർഫറൻസ് ആണെങ്കിൽ സിഗ്മ 1s, സബ്സ്ട്രാക്റ്റീവ് മൈനസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ സിഗ്മ സ്റ്റാർ 1s പറയും. അതുപോലെ 2sഉം ആഡിറ്റീവ് ആണെങ്കിൽ നമ്മൾ സിഗ്മ 2s എന്ന് പറയും. എന്നാൽ സബ്സ്ട്രാക്റ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സിഗ്മ സ്റ്റാർ എന്ന് പറയും, സിഗ്മ സ്റ്റാർ 2s എന്ന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് പൈ ഓർബിറ്റലുകളിലേക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതാണ് എന്താണ് പൈ 2px. ഇവിടെ ഒരു കോൺസെപ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? px, py, pz. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഓർബിറ്റിൽ സിഗ്മ ഫോം ചെയ്യും. ഈ കോൺഫിഗറേഷനിൽ 2pzനെയാണ് അവർ സിഗ്മ ഫോം ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സിഗ്മ 2pzഉം അപ്പുറത്ത് അതിൻ്റെ ആൻറ്റി ബോണ്ടിങ് ആയിട്ടുള്ള സിഗ്മ സ്റ്റാർ 2pzഉം വന്നത്. അപ്പോൾ ഒരു pz ഓർബിറ്റലും വേറൊരു pz ഓർബിറ്റലും തമ്മിൽ ഉണ്ടാക്കുന്ന ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ് നമ്മളിവിടെ പറയുന്ന സിഗ്മ 2pz. ആൻറ്റി ബോണ്ടിങ്ങുമാണ് സിഗ്മ സ്റ്റാർ 2pz എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ px ആണ് എടുക്കുന്നതെങ്കിൽ മറ്റേ രണ്ടും പൈ ആയിട്ട് എടുക്കേണ്ടി വരും. കാരണം ഒരു സിഗ്മ ബോണ്ട് ഉണ്ടാവുക, 2 പൈ ബോണ്ട് ഉണ്ടാവുക. പിന്നെ അടുത്താണ് എന്ത്? പൈ 2px = പൈ 2py. കാരണം അത് പൈ ബോണ്ട് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഈക്വൽ ടു പറയാൻ കാരണം രണ്ടുപേർക്ക് ഒരേ എനർജി ഉണ്ടായതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മൾ ഇലക്ട്രോണുകളുടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോൾ ഓരോരുത്തർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് എന്താ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഓർഡർ വന്നിട്ടുള്ളത് അല്ലേ? കാരണം സിഗ്മ 2pz കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണ് സിഗ്മ സ്റ്റാർ 2pz വരാത്തത്? അവസാനമല്ലേ വന്ന് കിടക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് റൂളിൽ പറഞ്ഞില്ലേ, ഇത് ഓഫ് പോ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഒരു പ്രത്യേക എനർജി ഓർബിറ്റലിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ആ എനർജി കൂടി വരുന്ന ക്രമത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, 4sഉം 3dയും വരുന്ന സമയത്ത് 4s ഫില്ല് ചെയ്തിട്ട് 3d ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അറ്റോമിക് ഓർബിറ്റലിൽ പറഞ്ഞില്ലേ. അതേപോലെയാണ് ഇവിടെ സിഗ്മ 2pz കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ വേറെ കുറേ ഫില്ലിംഗ് ഒക്കെ നടന്നതിന് ശേഷമാണ് സിഗ്മ സ്റ്റാർ 2pz വരുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ കോൺഫിഗറേഷൻസ് പറഞ്ഞു കേട്ടോ. ഇനി ഇതിൽ സ്റ്റാർ ഇട്ട ആളുകളെയാണ് നമ്മൾ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയാം. സ്റ്റാർ ഇല്ലാത്ത ആളുകളെയാണ് നമ്മൾ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയാം. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് 2 ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകളുടെ എണ്ണം കണ്ടെത്തുക എന്നുള്ളതാണ്. ബോണ്ടുകളുടെ എണ്ണത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോണ്ടുകളുടെ എണ്ണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോണ്ട് ഓർഡർ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ബോണ്ട് ഓർഡർ. അപ്പോൾ എക്സാമിന് ചോദിക്കും എന്താണ് ബോണ്ട് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ 2 ആറ്റംസ് ആണ്. 2 ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകളുടെ എണ്ണമാണ് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ ആ ബോണ്ട് ഓർഡർ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ബോണ്ട് ഓർഡർ = ½ × NB - NA എന്നാണ്. സ്ക്രീനിലേക്ക് നോക്കുക കേട്ടോ. ½ × NB - NA. NB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോണ്ടഡ് ഇലക്ട്രോൺസ് ആണ്. NA എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണ്. എങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫിഗറേഷൻ്റെ അകത്ത് സ്റ്റാർ ഉള്ളവരെല്ലാം ആൻറ്റി ബോണ്ടിങ് ആണ്, അതൊക്കെ NAയിലാണ് പെടുക. എന്നാൽ സ്റ്റാർ ഇല്ലാത്ത ഇലക്ട്രോണുകളൊക്കെ എവിടെയാണ് പെടുക? നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസിലാണ് പെടുക. അതാണ് ഇക്വേഷൻ. ഇനി നമ്മളിത് എങ്ങനെയാണ് നമ്മൾ ഇതിന് സ്റ്റെബിലിറ്റി ഒക്കെ കണ്ടെത്തുക എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് NB - NA എന്ന് പറയുന്ന ബോണ്ട് ഓർഡർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബോണ്ട് ഓർഡർ 0 ആണെങ്കിൽ ആ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യൂല എന്നാണ്. അപ്പോൾ നമ്മളുടെ എക്സാമിന് ചോദിക്കും ഷോ ദാറ്റ് He2 മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ He2 മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ 0 ആണ് നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കണം.
അതുപോലെ തന്നെ Ne2 എന്ന് പറയുന്ന മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ബോണ്ട് ഓർഡർ 0 ആണ് തെളിയിക്കുക. അപ്പോൾ എങ്ങനെ ബോണ്ട് ഓർഡർ അവിടെ 0 ആവുക? സ്റ്റാർ ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സ്റ്റാർ ഇല്ലാത്ത ഇലക്ട്രോണുകളുടെ എണ്ണം ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Nb - Na is equal to 0 എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ബോണ്ട് ഓർഡർ 0 ആയിട്ട് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ബോണ്ട് ഓർഡർ വെച്ചിട്ട് സ്റ്റെബിലിറ്റി എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ്ട് ഓർഡർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, അതായത് പോസിറ്റീവ് ആണെങ്കിൽ കോമ്പൗണ്ട് സ്റ്റേബിൾ ആയിരിക്കും. ലെസ് ദാൻ 0 ആണെങ്കിൽ കോമ്പൗണ്ട് അൺസ്റ്റേബിൾ ആയിരിക്കും. ബോണ്ട് ഓർഡർ 0 ആണെങ്കിൽ മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ്. നമുക്ക് ലെസ് ദാൻ 0 ഉള്ള കേസുകളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് പഠിക്കാനുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പഠിക്കാനുണ്ടാവുക. അതാണ് ബോണ്ട് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടാവുക. അതേപോലെ ഇനി മാഗ്നറ്റിക് ബിഹേവിയർ നമ്മൾ ഇതിൽ നിന്ന് ഈ കോൺഫിഗറേഷനിൽ നിന്ന് എങ്ങനെയാണ് മാഗ്നറ്റിക് ബിഹേവിയർ കണ്ടെത്തുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ഇവിടെ 2 തരം മാഗ്നറ്റിസത്തെ കുറിച്ചാണ് പഠിക്കാനുണ്ടാവുക. ഒന്ന് ഡയാമാഗ്നറ്റിക് എന്ന് പറയും, വേറൊന്ന് പാരാമാഗ്നറ്റിക് എന്ന് പറയും. ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ റിപ്പൽഷൻ ഉണ്ടാവുന്നതിനാണ് ഡയാമാഗ്നറ്റിക് എന്ന് പറയാം. അട്രാക്ഷൻ ഉള്ളതിനാണ് പാരാമാഗ്നറ്റിക് എന്ന് പറയാം. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോൺസുകൾ വന്നാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡിൽ അട്രാക്ട് ചെയ്യും, അവർ പാരാമാഗ്നറ്റിക് ആയിരിക്കും. അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് കോൺഫിഗറേഷൻ എഴുതി തരുമ്പോൾ സമയത്ത് കാണിച്ചു തരും. എല്ലാത്തിലും 2 വീതമാണ് ഇലക്ട്രോൺസുകൾ ഫില്ല് ചെയ്യുന്നെങ്കിൽ അവിടെ അൺപെയർഡ് ഇല്ല, എല്ലാവരും പെയർഡ് ആണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ അവസാനം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണുകൾ കുറവായി വന്നിട്ട് അവിടെ എങ്ങാനും നമുക്ക് സിഗ്മ സ്റ്റാർ അല്ലെങ്കിൽ പൈ സ്റ്റാർ 2px1 എന്നൊക്കെ വന്നു എന്ന് വിചാരിക്കുക. ഒരു ഇലക്ട്രോൺ ആയിട്ട് ഫില്ല് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നാൽ അവിടെ അത് അൺപെയർഡ് ഇലക്ട്രോൺ ആണ്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? പാരാമാഗ്നറ്റിക് എന്ന് പറയാൻ പറ്റും. മനസ്സിലാവുണ്ടല്ലോ? അങ്ങനെയാണ് നമ്മൾ ഡയാമാഗ്നറ്റിക്കും പാരാമാഗ്നറ്റിക്കും കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് പെയർഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്, അൺപെയർഡ് ആണെങ്കിൽ പാരാമാഗ്നറ്റിക് എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ മാഗ്നറ്റിസം കണ്ടെത്താൻ പറ്റും എന്ന് പറഞ്ഞു. മാഗ്നറ്റിസത്തെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇനി എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ H2 മോളിക്യൂളിൻ്റെ കേസിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. നിങ്ങൾക്കറിയാം H2 മോളിക്യൂൾ എങ്ങനെ ഉണ്ടാവുക? ഹൈഡ്രജനും കൂടി ചേരുമ്പോഴാണ് H2 മോളിക്യൂൾ ഉണ്ടാവുക. നോർമലി ഒരു ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്? 1s1. മറ്റേ ഹൈഡ്രജൻ്റെ എങ്ങനെ എഴുതുക? 1s1 എന്നാണ് എഴുതുക അല്ലേ? 1s1 എന്നാണ് എഴുതുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ H2 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാവും. ആ മോളിക്യൂളിൽ 2 ഇലക്ട്രോണാണ് ഉണ്ടാവുക. ആ 2 ഇലക്ട്രോൺ വെച്ചിട്ടാണ് നമ്മൾ പുതിയ കോൺഫിഗറേഷൻ എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ എഴുതുക? σ1s2 എന്നാണ് എഴുതുക. σ1s2. അപ്പോൾ ശ്രദ്ധിക്കണം, ഹൈഡ്രജൻ ആറ്റത്തിൻ്റേത് 1s1 ആണ്, മറ്റേ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 1s1 ആണ്. എന്നാൽ H2 എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? σ1s2 എന്നാണ്. കാരണം H2ൽ 2 ഇലക്ട്രോൺ ഉണ്ട്. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ ആ σ1s2 വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബോണ്ട് ഓർഡർ കണ്ടെത്താൻ പറ്റുക പറയൂ. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് ഓർഡർ എങ്ങനെ കാണാം? ബോണ്ട് ഓർഡർ is equal to half into Nb - Na is equal to half into നമ്പർ ഓഫ് ബോണ്ടഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഇല്ലാത്ത ഇലക്ട്രോൺ. σ1s2ൽ സ്റ്റാർ ഇല്ല, അപ്പോൾ ആ 2 ഇവിടെ എഴുതുക. അപ്പോൾ ഹാഫ് ഇൻറ്റു Nb എന്നുള്ളടത്ത് 2 പറയുക, മൈനസ് Na എന്ന് പറഞ്ഞാൽ സ്റ്റാറിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. സ്റ്റാറിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 0 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക പറയൂ? ഹാഫ് ഇൻറ്റു 2 എന്നാണ് കിട്ടുക അല്ലേ? അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ടാണ് എന്നാണ് അർത്ഥം. ബോണ്ട് ഓർഡർ 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹൈഡ്രജൻ സിംഗിൾ ബോണ്ടാണ്. പിന്നെ ഇവിടെ ഇലക്ട്രോൺ പെയർഡ് ആണ് അല്ലേ? σ1s2 എന്ന് പറഞ്ഞാൽ പെയർഡ് ആണ്. പെയർഡ് ആയതുകൊണ്ട് അതിൻ്റെ മാഗ്നറ്റിസം നമ്മൾ എന്താ പറയുക? ഡയാമാഗ്നറ്റിക് ആണ് എന്നാണ് പറയുക. ഇത്രയാണ് അത് പറയേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ എനർജി ലെവൽ ഡയഗ്രാം നമ്മൾ എങ്ങനെയാണ് വരയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് ഡയഗ്രാം. ഈ ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഈ 2 അറ്റങ്ങളിലും 2 സൈഡിലും നമ്മൾ വരയ്ക്കേണ്ടത് നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയാണ്. മനസ്സിലാവുണ്ടല്ലോ? സെൻറ്ററിൽ വരയ്ക്കേണ്ടത് എന്തിൻ്റെയാണ്? ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെയാണ്. അപ്പോൾ നമുക്കറിയാം ഈ സൈഡിൽ ഹൈഡ്രജൻ ആണ്, ഈ സൈഡിൽ ഹൈഡ്രജൻ ആണ്, സെൻറ്ററിലാണ് മോളിക്യൂളിൻ്റെ വരിക. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ എങ്ങനെ എഴുതുക? 1s എന്നാണ് എഴുതുക. ഈ സൈഡിൽ 1s ആണ് വരിക. കാരണം അത് ഹൈഡ്രജൻ ആറ്റങ്ങളാണ്. സെൻറ്ററിൽ H2 ആയതുകൊണ്ട് എന്തൊക്കെ വരും? σ1s വരും, σ*1s വരും. σ*1s ഇലക്ട്രോൺ ഉണ്ടാവില്ല, അത് അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇടാം. അപ്പോൾ എങ്ങനെ ഫില്ല് ചെയ്യുക പറയൂ? 1s1 എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക ഹൈഡ്രജൻ ആറ്റത്തിൽ. ഇപ്പുറത്തെ ഹൈഡ്രജൻ ആറ്റത്തിൽ 1s1 എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക. പിന്നെ സെൻറ്ററിൽ മോളിക്യൂളാന്ന് പറഞ്ഞില്ലേ? അപ്പോൾ H2 എന്ന് സെൻറ്ററിൽ എഴുതട്ടോ. മോളിക്യൂൾ ആയതുകൊണ്ട് σ1s2 എന്ന് പറയുമ്പോൾ ആ സെൻറ്ററിൽ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക. ഇത്രയേ ഉള്ളൂ അതിൻ്റെ എനർജി ലെവൽ ഡയഗ്രാം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, Y ആക്സിസിൽ എനർജിയാണ് വരിക. ഡയഗ്രാം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഹൈഡ്രജൻ്റെ കേസിൽ. ഓക്കെ, ഇനി നമ്മൾ ഹീലിയത്തിലേക്ക് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെ എഴുതാൻ പറയൂ? എങ്ങനെ ഹീലിയം He2 മോളിക്യൂൾ ഫോം ചെയ്യുക? He + He gives He2 എന്ന് വരും അല്ലേ? അപ്പോൾ ഹീലിയത്തിൽ 2 ഇലക്ട്രോൺ ആണ്, അടുത്ത ഹീലിയത്തിൽ 2 ഇലക്ട്രോൺ ആണ്, പക്ഷേ He2ൽ 4 ഇലക്ട്രോൺ ആണ്.
അപ്പോൾ 4 ഇലക്ട്രോൺ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതാൻ പറയൂ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 എന്നാണ് എഴുതുക. അപ്പോൾ നമ്മൾ എങ്ങനെ ബോണ്ട് ഓർഡർ കാണാൻ പറയൂ. അപ്പോൾ നമ്മൾ സിഗ്മ 1s2 രണ്ടും സിഗ്മ സ്റ്റാർ 1s2 രണ്ടും കൂടി കൂട്ടിയാൽ 4 എന്ന് കിട്ടും. അങ്ങനെയായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ ബോണ്ട് ഓർഡർ കാണാം. ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു NB മൈനസ് NA. അപ്പോൾ ഇവിടെ സ്റ്റാർ ഇല്ലാത്തത് 2 സിഗ്മ 1s2 എന്ന് പറയുന്നതിൽ 2 മൈനസ് സിഗ്മ സ്റ്റാർ 1s2 എന്ന് പറയുന്നതിൽ 2 ആണ് സ്റ്റാർ ഉള്ളത്. അപ്പോൾ നമുക്ക് ഹാഫ് ഇൻറ്റു NB മൈനസ് NA ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2 മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മാഗ്നറ്റിസം ഒന്നും നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ എന്ത് എഴുതണം. ഹിയർ ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു 0 therefore the molecule does not exist എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു മോളിക്യൂളിലേക്ക് പോയി നോക്കാം. ഓക്കെ, നമുക്ക് ഇനി അവസാനമായിട്ട് 2 മോളിക്യൂൾസിനെ കുറിച്ചാണ് പറയാനുണ്ടാവുക. അതിൽ ഒരു മോളിക്യൂളാണ് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ തന്നിട്ടുള്ളത് O2 മോളിക്യൂൾ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന N2 മോളിക്യൂളിനെ കുറിച്ചൊന്ന് പറയാം. നിങ്ങൾക്കറിയാം നൈട്രജനും കൂടി ചേർന്നിട്ടാണ് N2 മോളിക്യൂൾ ഉണ്ടാവുക. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ് അല്ലേ. അടുത്ത നൈട്രജൻ്റെയും 7 ആണ്. അപ്പോൾ 7 + 7 14 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. 14 ഇലക്ട്രോൺസ്. അപ്പോൾ 14 ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ കോൺഫിഗറേഷൻ എഴുതാമെന്ന് പറയൂ. 14 ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എഴുതുക സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 pi 2px2 is equal to pi 2py2 സിഗ്മ 2pz2 എന്നാണ് പറയുക. സിഗ്മ 2pz2 അങ്ങനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ എഴുതുക. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഇതിൽ ബോണ്ട് ഓർഡർ എങ്ങനെ കാണാമെന്ന് അറിയാലോ. ബോണ്ട് ഓർഡർ കാണുമ്പോൾ നിങ്ങൾ ഇവിടെ എണ്ണി നോക്ക്. സിഗ്മ എന്താണ് ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു NB മൈനസ് NA എന്നാണ് അല്ലേ. NB എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഇല്ലാത്ത ഇലക്ട്രോണുകളുടെ എണ്ണാണ്. സ്റ്റാർ ഇല്ലാത്ത ഇലക്ട്രോണുകളുടെ എണ്ണം നിങ്ങൾക്ക് എണ്ണിയാൽ കിട്ടും. സ്റ്റാർ ഇല്ലാത്തത് 10 ഉണ്ടായിരിക്കും. എന്നാൽ സ്റ്റാർ ഉള്ള 4 ഇലക്ട്രോൺസുകളാണ് ഉണ്ടാവുക. സ്റ്റാർ ഉള്ളത് 4 ഇലക്ട്രോൺസ് ഉണ്ടാവുക. അതായത് സിഗ്മ സ്റ്റാർ 1s2ലും സിഗ്മ സ്റ്റാർ 2s2ലുമാണ് 4 ഇലക്ട്രോൺസ് ഉണ്ടാവുക. അതായത് 2 + 2 4 ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മൾ എങ്ങനെ ബോണ്ട് ഓർഡർ കാണാം. ഹാഫ് ഇൻറ്റു 10 - 4 എന്നാണ് വരിക. 10 - 4 6 ആണ്. 6/2 ഇസ് ഈക്വൽ ടു 3. അപ്പോൾ ബോണ്ട് ഓർഡർ 3 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം N ട്രിപ്പിൾ ബോണ്ട് N എന്നാണ്. നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് എന്നാണ് കിട്ടുക. പിന്നെ ഈ കോൺഫിഗറേഷനിൽ എല്ലാ ഇലക്ട്രോൺസും 2 വീതം ഫില്ല് ചെയ്തുകൊണ്ട് പെയർഡ് ആണ്. അതുകൊണ്ട് ഇത് ഡയാമാഗ്നറ്റിക്കാണ്. എക്സാമിന് നമ്മളോട് ഷോ ദാറ്റ് നൈട്രജൻ ഈസ് ഡയാമാഗ്നറ്റിക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇലക്ട്രോൺസ് എല്ലാം പെയർഡ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക് എന്ന് പറയാൻ പറ്റും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വിട്ടുപോയൊരു കാര്യമാണ്. ബോണ്ട് ഓർഡർ കൂടുന്ന സമയത്ത് ബോണ്ടിൻ്റെ ലെങ്ത് കുറയുകയും സ്ട്രെങ്ത് കൂടുകയും ചെയ്യും. മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ അതിനർത്ഥം ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ആകുമ്പോൾ ലെങ്ത് കുറയും ചെയ്യും, സ്ട്രെങ്ത് കൂടും ചെയ്യും. സ്ട്രെങ്ത് കൂടുമ്പോൾ സ്റ്റെബിലിറ്റിയും കൂടും. അതുകൊണ്ട് N2 ഗ്യാസ് ഒക്കെ മോർ സ്റ്റേബിളാണ്. നമുക്കറിയാം പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡുകളിലൊക്കെ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ലേസ് പോലത്തെ ഒക്കെ ഉണ്ടായിരിക്കില്ലേ, അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത ഗ്യാസ് നൈട്രജൻ ഗ്യാസാണ്. അത്തരം മെറ്റീരിയൽ ഫില്ല് ചെയ്യുക. കാരണം നൈട്രജൻ മോർ സ്റ്റേബിളാണ്. നൈട്രജൻ ട്രിപ്പിൾ ബോണ്ടഡ് ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത്, ബോണ്ട് ഓർഡർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത് എന്നാണ് പറയുക. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ എനർജി ലെവൽ ഡയഗ്രം എങ്ങനെ വരയ്ക്കാമെന്ന് അറിയാലോ നിങ്ങൾ. ഞാനിങ്ങനെ സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് നൈട്രജൻ ആറ്റത്തിൻ്റെയാണ്. ആറ്റത്തിൻ്റെ ആകുമ്പോൾ എങ്ങനെ വരിക 1s 2s 2px 2py 2pz. അപ്പുറത്തെ നൈട്രജൻ ആറ്റത്തിൻ്റെയും അങ്ങനെ തന്നെ എഴുതുക 1s 2s 2px 2py 2pz. സെൻറ്ററിൽ N2 എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജനറൽ സ്ട്രക്ചർ എല്ലാവർക്കും ഇതാണ് സ്ട്രക്ചർ ഉണ്ടാവുക. പക്ഷേ നമ്മൾ നേരത്തെ ഹൈഡ്രജൻ ഒക്കെ പറഞ്ഞപ്പോൾ അത് പറയാതിരുന്നത് ഹൈഡ്രജൻ ഇതിൻ്റെ മുകളിലത്തെ ലെയറുകൾ ആവശ്യമില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾ ജനറൽ സ്ട്രക്ചറായിട്ട് നൈട്രജനിൽ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് സ്ക്രീനിലുള്ളത് നിങ്ങൾ എഴുതി പഠിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് അറിയാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. താഴെ ആദ്യത്തെ ഡയഗ്രത്തിൽ ഇപ്പുറത്തും 1s ഇപ്പുറത്തും 1s അല്ലേ, 2 ഓർബിറ്റൽസ് ആണ് ഉണ്ടാവുക. അപ്പോൾ 2 ഓർബിറ്റൽസ് കൂടി ചേരുമ്പോൾ ഒരു ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ഉണ്ടാവും, ഒരു ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ഉണ്ടാവും. അതുകൊണ്ടാണ് അതിൽ താഴേക്ക് സിഗ്മ 1s മുകളിലോട്ട് സിഗ്മ സ്റ്റാർ 1s വന്നത്. 2sനും അതേപോലെ തന്നെയാണ്. എന്ത് സിഗ്മ 2s എന്ന് പറയുന്ന ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ഉണ്ടാവും, സിഗ്മ സ്റ്റാർ 2s എന്ന് പറയുന്ന ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ഉണ്ടാവും. എന്നാൽ 2px 2py 2pz എന്ന് പറയുന്നത് ഒരു സൈഡിലും അപ്പുറത്തും 2px 2py 2pz എന്ന് പറയുന്നത് ഉണ്ട് അല്ലേ. അപ്പോൾ അതിനർത്ഥം അവിടെ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 6 ഓർബിറ്റൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കോളത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 6 ഓർബിറ്റൽസുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ഏതൊക്കെയാണ് 6 ഓർബിറ്റൽസ് പറയൂ? അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 6 ഓർബിറ്റൽസ് ഏതൊക്കെ പറയൂ? അതിൻ്റെ അകത്ത് pi 2px ഉം pi 2py ഉണ്ടായിരിക്കും,
പൈ 2pz അതെ പൈ സ്റ്റാർ 2pxും പൈ സ്റ്റാർ 2py ഉണ്ടായിരിക്കും. സിഗ്മ 2pz ഉണ്ടായിരിക്കും, സിഗ്മ സ്റ്റാർ 2pz ഉണ്ടായിരിക്കും. അത്രയും ഓർബിറ്റൽസ് ആ ഒരു കോളത്തിൻ്റെ അകത്തുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് അത്രയും വന്നത്, കാരണം അവിടെ 3 ഓർബിറ്റലുകൾ പരസ്പരം കൂടിച്ചേരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ജനറൽ സ്ട്രക്ചർ ആദ്യം പഠിക്കുക, എന്നിട്ട് എങ്ങനെ ഫില്ലിംഗ് നോക്കുക കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നൈട്രജൻ്റെ ഫില്ല് ചെയ്യുക. അപ്പോൾ എങ്ങനെ ഫില്ല് ചെയ്യുക പറയൂ. 1s2 പറയുമ്പോൾ 1s 2 ഇലക്ട്രോൺ കൊടുക്കുക, 2s2 എന്ന് പറയുമ്പോൾ 2s 2 ഇലക്ട്രോൺ കൊടുക്കുക, 2px1 എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോൺ, 2py1 എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ, 2pz1 എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോൺ. അതേപോലെ അപ്പുറത്തുള്ള നൈട്രജൻ ആറ്റത്തിലും ഫില്ല് ചെയ്യുക. എങ്ങനെയാണ്? സിഗ്മ 1s2 2s2 2px1 2py1 2pz1. സെൻറ്ററിൽ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച N2ൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഫില്ല് ചെയ്യുക. എങ്ങനെ പറയൂ? സിഗ്മ 1s2 എന്ന് പറയുമ്പോൾ 2 എണ്ണം, സിഗ്മ സ്റ്റാർ 1s2 പറയുമ്പോൾ 2 എണ്ണം, സിഗ്മ 2s2 പറയുമ്പോൾ 2 എണ്ണം, സിഗ്മ സ്റ്റാർ 2s2 എന്ന് പറയുമ്പോൾ 2 എണ്ണം, പൈ 2px2 ഈസ് ഈക്വൽ ടു പൈ 2py2 എന്ന് പറയുമ്പോൾ 2ലും ഈ 2 എണ്ണം വീതം കൊടുക്കുക. പിന്നീട് സിഗ്മ 2pz2 എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 2 എണ്ണം കൊടുക്കുക. ബാക്കിയുള്ള ഓർബിറ്റൽസ് വാക്കൻ്റ് ആക്കി അവിടെ ഇടുക, കാരണം അത് ഫില്ല് ചെയ്യാൻ നമ്മളെ കയ്യിൽ ഇലക്ട്രോൺസ് ഇല്ല. കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ചെയ്തത് ശരിയാണോ നോക്കാൻ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ലെഫ്റ്റ് സൈഡിൽ കിട്ടിയ ഇലക്ട്രോണുകളും റൈറ്റ് സൈഡിലെ ഇലക്ട്രോണും കൂടിയും കൂട്ടുക. അത് സെൻറ്ററിൽ ഫില്ല് ചെയ്തിരിക്കണം. 7 + 7 14 ഫില്ല് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കേണ്ടത്. ഇത് നമ്മൾ O2 മോളിക്യൂളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. O2 എങ്ങനെയാണ് നമ്മൾ എക്സാമിന് ചോദിച്ചാൽ എഴുതേണ്ടത്? നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ പറയുന്ന ഒന്നാണ് O2. അതാണ് ലാസ്റ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് O2 മോളിക്യൂൾ ഉണ്ടാവുക. ഒരു ഓക്സിജൻ ആറ്റോമിക് നമ്പർ 8 ആണ്, മറ്റേ ഓക്സിജൻ്റെ 8 ആണ്. അപ്പോൾ 8 + 8 = 16 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. 16 ഇലക്ട്രോൺസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യുക പറയൂ? പിന്നെ ഒരു കാര്യം, ഓക്സിജൻ ആകുമ്പോൾ സിഗ്മ 2pz ആദ്യം ഫില്ല് ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കോൺഫിഗറേഷനാണ് ഫില്ല് ചെയ്യേണ്ടത്. ഒന്ന് ശ്രദ്ധിക്കാം. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2pz2 ആദ്യം ഫില്ല് ചെയ്യണം. സ്ക്രീനിലേക്ക് നോക്കുക. പിന്നെ പൈ 2px2 ഈസ് ഈക്വൽ ടു പൈ 2py2. ഇപ്പോൾ നമ്മൾ 14 ഇലക്ട്രോൺസുകൾ ഫില്ല് ചെയ്തു. നമുക്കറിയാം O2ൽ 16 ഇലക്ട്രോൺസ് ഉണ്ട്, 2 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. ഇനി ഫില്ല് ചെയ്യാനുള്ള ഓർബിറ്റൽ ഏതാണെന്നറിയോ? പൈ സ്റ്റാർ 2px ഈസ് ഈക്വൽ ടു പൈ സ്റ്റാർ 2py ആണ്. രണ്ടും ഈക്വൽ ആണ് അല്ലേ? ഒരേ എനർജി ആയതുകൊണ്ട് ഹൺസ് റൂൾ പ്രകാരം നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ഓരോന്ന് വീതം ഫില്ല് ചെയ്യണം. അപ്പോൾ പൈ സ്റ്റാർ 2pxൽ 1 ഇലക്ട്രോൺ കൊടുക്കുക, പൈ സ്റ്റാർ 2pyൽ 1 ഇലക്ട്രോൺ കൊടുക്കുക. ആ ഒന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്നതിൽ പാരാമാഗ്നറ്റിക് ആയിട്ട് വരുന്ന ഒരാളാണ് O2 മോളിക്യൂൾ എന്ന് പറയുന്നത്. കാരണം ഇലക്ട്രോൺസ് എല്ലാവരും 2 2 2 എന്ന് ഫില്ല് ചെയ്താൽ പെയർഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക് ആണ്. എവിടെയെങ്കിലും 1 എന്ന് ഫില്ല് ചെയ്താൽ അത് പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബോണ്ട് ഓർഡർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക പറയൂ? ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു ½ × NB - NA. ½ ഇൻറ്റു ഇവിടെ നോക്ക് നിങ്ങൾ, സ്റ്റാർ ഇല്ലാത്ത ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആയിരിക്കും. എന്നാൽ സ്റ്റാർ ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഇവിടെ നിങ്ങൾക്ക് 6 എന്ന് കാണാൻ പറ്റും. അപ്പോൾ എവിടേക്കാണ് 6 വരുന്നത് അറിയാം നിങ്ങൾക്ക്? സിഗ്മ 2s2ൽ 2 എണ്ണം, സിഗ്മ സ്റ്റാർ 2s2ൽ 2 എണ്ണം, പിന്നെ പൈ സ്റ്റാർ 2p സിഗ്മ സ്റ്റാർ 2s2 2 എണ്ണം, പിന്നെ പൈ സ്റ്റാർ 2px1 xൽ 1, പൈ സ്റ്റാർ 2pyൽ 1, അങ്ങനെ ടോട്ടൽ 6 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇവിടെ ബോണ്ട് ഓർഡർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു ½ ഇൻറ്റു NB - NA ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു 10 - 6 എന്നാണ് വരിക. അപ്പോൾ 4/2 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം ഓക്സിജൻ എന്താണ്? ഡബിൾ ബോണ്ടാണ് എന്നാണ് അർത്ഥം. ഓക്സിജൻ ഡബിൾ ബോണ്ടാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു അൺപെയർഡ് ഇലക്ട്രോൺസ് ആയതുകൊണ്ട് ഇതെന്താണ്? പാരാമാഗ്നറ്റിക് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന് എനർജി ലെവൽ ഡയഗ്രാം നമ്മൾ വരക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ജനറൽ ഡയഗ്രാം വരച്ചു. ചെറിയ വ്യത്യാസമുണ്ട്. സിഗ്മ 2pz താഴെ വരക്കണം. N2ൽ നിന്നും വ്യത്യാസമായിട്ടൊന്നും അതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പഠിച്ച കോൺഫിഗറേഷൻ ഏതാ പറയൂ? 1s2 2s2 2px2 2py1 2pz1 അങ്ങനെയല്ലേ വരിക? ഓക്കെ, കാരണം നൈട്രജനേക്കാൾ 1 ഇലക്ട്രോൺ കൂടുതലായിരിക്കും. അപ്പുറത്തെ നൈട്രജൻ ആറ്റത്തിൽ എങ്ങനെ വരിക? 1s2 2s2 2px2 2py1 2pz2. സെൻറ്ററിൽ 16 ഇലക്ട്രോൺസുകൾ ഫില്ല് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരിക പറയൂ? സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 സിഗ്മ സ്റ്റാർ 2s2 സിഗ്മ 2pz2 പൈ 2px2 ഈസ് ഈക്വൽ ടു പൈ 2py2
ആൻഡ് ഫൈനലി നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ പൈ സ്റ്റാർ 2p(x1) = പൈ സ്റ്റാർ 2p(y1) അത്രമാത്രം ഫില്ല് ചെയ്യുക. ബാക്കി അവിടെ ബ്ലാങ്ക് ആയിട്ട് അവിടെ ഇടുകയും ചെയ്യാം. നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്താ പറഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ കൂട്ടിയ ഇലക്ട്രോണുകളുടെ എണ്ണം റൈറ്റ് സൈഡിൽ കൂട്ടിയ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടി ഒരുമിക്കുക. അപ്പോൾ എങ്ങനെയാണ് 8 + 8 16. ആ 16 സെൻട്രലിലേ നോക്കിയാൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കേണ്ടത്. നിങ്ങൾ N2 മോളിക്യൂളിൻ്റെയും O2 മോളിക്യൂളിൻ്റെ എനർജി ലെവൽ ഡയഗ്രാം നിങ്ങൾ വരച്ച് പഠിക്കുക. ഹൈഡ്രജൻ്റെ ഒക്കെ വളരെ ഈസിയാണ്, മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളൊന്നും പറയാത്തൊരു മോളിക്യൂൾ ഇൻ കേസ് ചോദിച്ചു എന്ന് വിചാരിക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് കാർബൺ മോണോക്സൈഡ് CO ചോദിച്ചു എന്ന് വിചാരിക്കാം. കാർബൺ മോണോക്സൈഡ്, കാർബൺ അറ്റോമിക് നമ്പർ 6 ആണ് അല്ലേ. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്ര വരിക 8 ആണ്. അപ്പോൾ 8 + 6 എത്രയാണ് 14. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ഇലക്ട്രോൺസ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുക. മീൻസ് നമ്മൾ ഡയഗ്രാം വരയ്ക്കുക, അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ H2+ ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ H2+ പറഞ്ഞാൽ എന്താ അർത്ഥം? H2 പറഞ്ഞാൽ 2 ഇലക്ട്രോൺ, പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുത്തു. അപ്പോൾ 2 - 1 = 1 ഇലക്ട്രോൺ. അപ്പോൾ 1 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ അയോൺസുകൾ വന്നാൽ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിലെ അയോൺസുകളെ കുറിച്ചൊന്നും നിങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു സാധ്യത ഇല്ല, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൻ്റെ അകത്തുള്ള ഫോക്കസ് ഏരിയ ആയിട്ട് നിങ്ങൾക്ക് പറയാനുണ്ടാവുക. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, എനർജി ലെവൽ ഡയഗ്രത്തിൽ ഒരു ഡൗട്ടും വേണ്ട. ലെഫ്റ്റ് സൈഡിൽ ആറ്റങ്ങളുടെ എണ്ണം എഴുതുക, റൈറ്റ് സൈഡിൽ ആറ്റങ്ങളുടെ എണ്ണം എഴുതുക, സെൻറ്ററിൽ മോളിക്യൂളിൻ്റെ നമ്മളിപ്പോൾ പഠിച്ച σ1 σ* എന്ന് പറയുന്ന കോൺഫിഗറേഷനാണ് എഴുതേണ്ടത്. ഓക്കെ, ഇത്രയാണ് +1 ഫോക്കസ് ഏരിയ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് പറയാനുണ്ടാവുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.